മെമ്മറി കാർഡ് വേണം കേസി നൂരണം പഞ്ചാര പനങ്കിളിക്ക്. ഇക്കാന്റെ കരളെ പൊന്നിക്കാന്റെ കരളെ മുത്താണ് നീ ഞമ്മക്ക്. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. ഞങ്ങൾക്കോ? അല്ല ഞമ്മക്ക്. നമ്മുടെ മുത്താണ് നീ ഞമ്മക്ക്. അല്ല പിന്നെ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. അല്ല നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു. ഒരർത്ഥമില്ല. ഏഹേ റഹീമിക്ക, നിങ്ങൾ ഒരു പഹയൻ തന്നെ. സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ മെമ്മറി കാർഡ് പോയ റൂട്ട് മാപ്പ് റഹീമിക്കാന്റെ വീട്ടിലേക്ക് എന്നൊരു കരക്കമ്പി വന്നിട്ടുണ്ട്. നീ ഈ പെൺകുട്ടിയുടെ ബാഗ് എടുത്തോടാ. ഇല്ല സാർ, ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ എന്തും കിട്ടാനാണ് സാർ. ആര്യേച്ചി GPMന്റെ കുണുവാവയാണല്ലോ. കുണുവാവയെ രക്ഷിക്കാൻ റഹീമിക്ക നെഞ്ചും വിരിച്ചിറങ്ങിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇനിയൊന്നും പറയണല്ല, എല്ലാം അതിന്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തേക്കണം. എന്നെ ഒന്ന് കടാക്ഷിക്കണം. മെമ്മറി കാർഡ് കട്ടുബോധിച്ചതിന് പിന്നിൽ റഹീമിക്കാന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് മേയറേച്ചിയും യദുവണ്ണനും കൂടി പൊരിഞ്ഞ പോര് നടന്ന രാത്രി, സച്ചിൻ സേട്ടൻ ബസിൽ ചാടിക്കയറിയ അതേ രാത്രി, അന്ന് മറ്റൊരു സംഭവം കൂടി നടന്നു. പറയൂ, എനിക്ക് ധൃതിയുണ്ട്, അതുകൊണ്ടാ. പറയൂ, എന്താണ് പറയൂ. കണ്ടക്ടർ സുബിന്റെ ഫോണിൽ നിന്നൊരു കോള് പോകുന്നു. അതെ, അത് റഹീമിക്കയുടെ ഫോണിലേക്കാണ്. സുബിൻ കാര്യങ്ങൾ വിവരിക്കുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ പിന്നീട് നടന്നത് റഹീമിക്കാന്റെ തിരക്കഥയാടാ. റഹീമിക്ക പത്രസമ്മേളനം വിളിക്കുന്നു, കുറെ മണ്ടത്തരങ്ങൾ വിളമ്പുന്നു. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ എന്ത് ചെയ്യാൻ അമ്മച്ചി, കൂട്ടുകാരനെ ഭ്രാന്തായി പോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ. ഇപ്പോൾ ആ കണ്ടക്ടറെ പോലീസ് തൂക്കിയിട്ടുണ്ട്. പോലീസ് വെളുപ്പാങ്കാലത്ത് വീട് വളഞ്ഞാണ് തൂക്കിയത്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേകം ചോദ്യം ചെയ്യലാണ് നടന്നത്. തള്ളയവൻ പണിയെന്ന് പോലീസ്. മെമ്മറി കാർഡ് ഇല്ലാതെ കോടതി കയറാൻ പറ്റൂല, ചെറുക്ക എവിടെയെന്ന് പറയട ചെറുക്കാന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മോങ്ങാണ്. റഹീമിക്കാണ് മെമ്മറി കാർഡ് തൂക്കിയതെങ്കിൽ പോലീസ് എങ്ങനെ മേടിക്കും? പാർട്ടി ഓഫീസിൽ കയറി നോക്കണം പോലീസ് അങ്ങോട്ട്? പറ്റൂല, നമുക്ക് പറ്റൂല. ഈ തൊപ്പി ഇങ്ങനെ സ്റ്റൈലായിട്ടിരിക്കുന്നത് എനിക്ക് സൂചിക്കുന്നില്ലല്ലേ? അതിന് സാറല്ലേ ഞാൻ. അങ്ങനെ ആ മെമ്മറി കാർഡിന് പിന്നിൽ റഹീമിക്ക എങ്ങാനും ഉണ്ടോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. കരക്കമ്പികൾ ശരിയാണോ എന്ന് നമുക്കറിയണമല്ലോ. എണീറ്റ് വരണ്ടേയിരുന്നു. എന്റെ കഞ്ഞിയെ ഞാൻ എന്തിനു പാച്ചിടണം? പക്ഷെ ആര്യേച്ചി ആനന്ദാശ്രു പൊഴിക്കുകയാണ്. എനിക്കറിയാമായിരുന്നു, എന്റെ നേരാങ്ങള എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് കണ്ടാ അറിഞ്ഞൂടെ? ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ അത് വല്ലാത്ത സൂത്രപ്പണി തന്നെ. ആ യദു ഓനെ ഞാൻ പൂട്ടും, എല്ലാം അവന്റെ തലയിൽ വെക്കൂന്ന്. റഹീമിക്ക കൊച്ചു ഗള്ളൻ. ഇതിന്റെ ഇടയെ കൂടെ മെമ്മറി കാർഡ് മുക്കിയല്ലേ കൊച്ചു ഗള്ളൻ. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ? ഈ ലോകം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ പിന്നോട്ടില്ല. എങ്കിൽ ഞാൻ സാറിനോട് മറ്റൊരു രഹസ്യം തുറന്നു പറയാം. MLA മാർക്ക് ബസ്സിൽ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഞാനാണ് മെമ്മറി കാർഡ് കട്ടെന്ന്. ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. റഹീമിക്ക കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ലെന്നാ പറയുന്നത്. പാർട്ടി ഓഫീസിൽ കയറിയാൻ കിട്ടൂന്ന്. അവിടെ തന്നെ ഉണ്ടാവും, വേറെ എവിടെ പോവാൻ. അപ്പൊ അതിനൊരു തീരുമാനമായി. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.